വളരെ വിശാലമായ ഒരു വനപ്രദേശം. ഇടതൂർന്ന വനങ്ങളും വലിയ കാട്ടുമരങ്ങളും നീർച്ചോലകളും താഴ്വാരങ്ങളുമുള്ള അതിമനോഹരമായ സ്ഥലം. കടുവയും പുലിയും കാട്ടാനക്കൂട്ടങ്ങളും എല്ലാം തന്നെയുള്ള കാടാണ്. കാടിനകത്ത് തന്നെ ഗ്രാമങ്ങളുമുണ്ട്. ഇവരുടെ പ്രധാന വരുമാനം കൃഷിയും കാലി വളർത്തലും തന്നെയാണ്. ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ആടുകളെയും പശുക്കളെയും ഒക്കെ മേയ്ക്കുന്ന ഇടയന്മാരെ കാണാം. നീർച്ചോലയിൽ നിന്നും വെള്ളം കുടിക്കുന്ന കാലികളെയും വിറക് വെട്ടിയൊതുക്കുന്ന ഗ്രാമവാസികളെയും മരത്തിന് താഴെ വെയിൽ താഴാനായി കാത്തിരിക്കുന്ന ഇടയന്മാരെയും കാണാൻ കഴിയും. ഇപ്പോൾ സമയം വൈകുന്നേരമായിരിക്കുന്നു. കുന്നിന് താഴെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കാലിക്കൂട്ടങ്ങളെ ഓരോന്നിനെയും അതിൻ്റെ ഇടയന്മാർ തെളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് നടക്കുന്നു. എന്നാൽ താൻ നേരത്തെ വെട്ടിയൊതുക്കി വെച്ച വിറകുകൾ കെട്ടിവെക്കുകയായിരുന്ന ഒരു ഇടയൻ ഏറെ പിന്നിലായി വിറക് കെട്ടിയതിനു ശേഷം അതും ചുമന്ന് തൻ്റെ കാലികളെയും തെളിച്ച് നടന്നു വരുന്നുണ്ട്. സമയം സന്ധ്യയോടടുക്കുന്നു. ആകാശം നല്ല ചുവന്നിരിക്കുന്നു. ആ മനോഹര കാഴ്ചയും നോക്കി ആ ഇടയൻ കുന്നിന് താഴ്വാരത്തുകൂടി തൻ്റെ കാലികളെയും കൊണ്ട് ധൃതിയിൽ നടക്കുകയാണ്. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഏറ്റവും മുന്നിലായി നടന്നിരുന്ന ഒരു പശുവിന് മുകളിലേക്ക് കൂറ്റൻ ഒരു കടുവ വന്ന് ചാടി വീണത്. കടുവ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. പ്രദേശം വിജനമാകുന്നതുവരെ കടുവ കാത്തിരുന്നു. ഇവർക്കു പിന്നാലെ ഇനിയൊരു മറ്റു കാലിക്കൂട്ടവും വരാനില്ല. ഈ കാലിക്കൂട്ടം കൂടി പോയാൽ പിന്നെ ഇരയാക്കാൻ മറ്റൊരു കാലിയെയും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കടുവ അവസാന കാലിക്കൂട്ടങ്ങളിൽ ഒന്നിൽ മുന്നിൽ നടന്നിരുന്ന പശുവിന് മേലെ തന്നെ ചാടി വീണ് തനിക്ക് അന്നത്തേക്കുള്ള ഇരയെ അവൻ ശരിയാക്കിയെടുത്തു. കടുവയുടെ ഗർജനവും ഇടയന്റെ കരച്ചിലും കൂടി ആയപ്പോൾ മറ്റു പശുക്കളെല്ലാം പേടിച്ച് 4 വഴിക്കും ഓടി. ഇടയൻ താൻ ചുമന്നുകൊണ്ടിരുന്ന വിറക് നിലത്തിട്ട് ജീവനും കൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. വനഗ്രാമമാണ്. വന്യജീവികൾ തങ്ങൾക്കു ചുറ്റും നിരന്തരം സന്ദർശനം നടത്തുന്നതും ചിലപ്പോൾ അവറ്റകളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകാറുള്ളതും ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കടുവ തങ്ങളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ കാലികളെ ആക്രമിക്കുകയും നിരന്തരമായി ഗ്രാമത്തിൽ വന്നു പോവുകയും ചെയ്യുന്ന കടുവ എപ്പോൾ വേണമെങ്കിലും മനുഷ്യന് നേരെ തിരിയാമെന്ന തിരിച്ചറിവിൽ ഗ്രാമവാസികൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കവെയാണ് കടുവ അടുത്ത ആക്രമണം നടത്തിയത്. അതും ഒട്ടും അപ്രതീക്ഷിതമായി. സ്റ്റോറി ടെല്ലറിൻ്റെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. നരഭോജിയല്ലാത്ത കടുവയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അവൻ സ്വസ്ഥമായി അവൻ്റെ കാടതിർത്തിയിൽ മാത്രം വിഹരിച്ച് നടക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അവൻ അവൻ്റെ സ്വാഭാവിക ഇരകളിൽ സംതൃപ്തനായി മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. അവനെപ്പറ്റി ഓർക്കുകയും വേണ്ട. എന്നാലോ ഒരു കടുവ നിരന്തരമായി കാടിറങ്ങി വരികയും വനഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി അവരുടെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്താൽ ഗ്രാമീണർ എന്തു ചെയ്യും? അവരുടെ പശുക്കളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഇരുട്ടിന്റെ മറവിൽ നിന്നും വന്നവൻ പിടികൂടും. വനാതിർത്തികളിൽ മേഞ്ഞുകൊണ്ടിരിക്കെ കാലികളുടെ മേലേക്ക് ചാടി വീഴും. അവയെ ആഹരിക്കാനായി ഉൾക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എതിർക്കാൻ വരുന്നവരെ അവൻ ഗർജിച്ചുകൊണ്ട് നേരിടും. ഒരു കടുവ ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ വരുമ്പോൾ ആരാണ് ധൈര്യത്തോടെ നിന്ന് നേരിടുന്നത്? അവരൊക്കെ ജീവനും കൊണ്ട് ഓടും. മനുഷ്യന്റെ ജീവന് നേരിട്ട് ഭീഷണിയല്ലെങ്കിലും അവന്റെ ജീവിത മാർഗത്തിന് ഈ കടുവ ഒരു ഭീഷണി തന്നെയാണ്. അവരുടെ ഏക വരുമാന സ്രോതസ്സായ കാലി വളർത്തൽ പ്രതിസന്ധിയിലാവും. ഒരു കടുവ തുനിഞ്ഞിറങ്ങിയാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ചധികം കന്നുകാലികളെ ഭക്ഷണമാക്കാനും കഴിയും. അതോടുകൂടി അവർ പ്രതിസന്ധിയിലുമാവും. ആ കടുവ അവർക്ക് ഒരു ശത്രുവായി തീരുകയും ചെയ്യും. കാടതിർത്തിയിൽ മേയാൻ വിടുന്ന പശുക്കളെ കാത്തിരുന്ന് ആക്രമിക്കുന്നതായിരുന്നു അവൻ്റെ രീതി. എന്നാൽ പെട്ടെന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗ്രാമത്തിനകത്തെ കർഷകന്റെ 7 പശുക്കളിലൊന്നിനെ കടുവ കൊണ്ടുപോയത്. തലേ ദിവസം സന്ധ്യയോടുകൂടി കർഷകൻ തൻ്റെ 7 പശുക്കളെയും കൂട്ടിലാക്കി അവയ്ക്ക് വേണ്ട വെള്ളവും തീറ്റയും അടുത്തായി തന്നെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. രാത്രി പ്രത്യേകിച്ച് ബഹളമൊന്നും കേട്ടതായി അയാൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരം വെളുത്തപ്പോഴാണ് ഈ വിവരം അയാൾ അറിഞ്ഞത്.
മുറ്റത്തെ പുല്ലിലും മറ്റും പിടിവലി നടന്നതിന്റെ ലക്ഷണവും ചോരപ്പാടുകളുമുണ്ട്. അയാൾ വളരെയധികം സങ്കടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടാണ് അയാളും 4 മക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു പോകുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും മാത്രമാണ് ഉപജീവനമാർഗം. അയാൾ ഉടനെ ചെന്ന് ഗ്രാമമുഖ്യനോട് പരാതി പറഞ്ഞു. പരാതി പരിഹരിക്കാമെന്നും ഉടനെ തന്നെ അധികൃതരെ വിവരമറിയിച്ച് പരിഹാരം ഉടൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞു. ആ സമാധാനത്തിൽ അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അന്ന് രാത്രി അയാൾക്ക് ഉറക്കം വന്നില്ല. അയാൾ നേരം വെളുത്തയുടനെ തന്നെ തന്റെ കാലിത്തൊഴുത്തിൽ പോയി. കാലികളെല്ലാം അതിനകത്ത് തന്നെയുണ്ട്. സമാധാനം. പക്ഷെ ആ സമാധാനം അധിക നാൾ നീണ്ടുനിന്നില്ല. തുടർച്ചയായി ആ കർഷകന്റെ കാലിത്തൊഴുത്തിൽ ഇരുട്ടിന്റെ മറപറ്റിയെത്തിയ കടുവ അയാളുടെ 4 പശുക്കളെ കൂടി കടത്തിക്കൊണ്ടുപോയി. മാത്രവുമല്ല, ഇടവേളകളിൽ മറ്റ് കർഷകരുടെ വീടുകളിലെ പശുക്കളെയും അവൻ ആക്രമിച്ചു. ഇതിനിടെ ഗ്രാമത്തെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു സംഭവം നടന്നു. കാട്ടിൽ വിറകൊടിക്കാനും തേൻ ശേഖരിക്കാനുമായി പോയ കുറച്ച് യുവാക്കളെ കാട്ടുപോത്ത് ആക്രമിച്ചു. വിറകൊടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന 2 യുവാക്കളിൽ ഒരാളെ എങ്ങു നിന്നോ പാഞ്ഞു വന്ന ഒരു കാട്ടുപോത്ത് ക്രൂരമായി ആക്രമിച്ചു. കണ്ടുനിന്നവർക്കാർക്കും അവനെ തുരത്താനായില്ല. എല്ലാവരെയും അത് ഭയപ്പെടുത്തി. കൂട്ടുകാരിൽ ഒരാളെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത് കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അവർ ഒച്ചവെച്ചും കമ്പുകൾ അതിന് നേരെ എറിഞ്ഞും ഒക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. ചോരയിൽ കുളിച്ച ആ യുവാവ് നിലത്ത് കിടന്നു. ജീവന് വേണ്ടി പിടഞ്ഞു. കലിയടങ്ങാതെ കാട്ടുപോത്ത് താഴ്വാരത്തിലേക്ക് ഓടിമറഞ്ഞു. ആ സമയം നോക്കി മറ്റു യുവാക്കൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിനിരയായ യുവാവിനെയും എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. എന്നാൽ ആ യുവാവ് വഴിമധ്യം മരിക്കുകയും ചെയ്തു. ഈ സംഭവം ഗ്രാമത്തിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി. കടുവാപ്പേടിക്ക് പുറമെ കാട്ടുപോത്തിന്റെ ആക്രമണവും നേരിടേണ്ടി വന്നതോടെ ഗ്രാമവാസികൾ അങ്കലാപ്പിലായി. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് കയറിയ പലർക്കും പിന്നീട് കാട്ടുപോത്തിന്റെ ആക്രമണം നേരിടേണ്ടി വന്നു. അതൊരു പ്രശ്നമായി തന്നെ ഗ്രാമവാസികൾക്കിടയിൽ നിലനിന്നു. അവർക്ക് കാട്ടിലേക്ക് കയറാൻ ഭയമായി. കാട്ടുപോത്തിനെ പേടിച്ചാരും പിന്നെ കാട്ടിൽ കയറാതെയുമായി. വിവരമറിഞ്ഞ് ഗ്രാമത്തിലെത്തിയ ഫോറസ്റ്റ് ഓഫീസർമാർ പോത്തിനെ തുരത്താനായി ഗ്രാമത്തിനതിർത്തിയിലെ കാട്ടിൽ തമ്പടിച്ചു. ഒരാൾ പോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട സാഹചര്യത്തിലാവണം വനപാലകരുടെ തീരുമാനം. പോത്ത് ആക്രമണം അഴിച്ചുവിട്ട സ്ഥലങ്ങളിലെല്ലാം അവർ പരിശോധന നടത്തി. ഇതിനിടെ ആ കാട്ടുപോത്ത് നിരവധി പേരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പിറകെ ഓടുകയും ഒക്കെ ചെയ്തിരുന്നു. നീണ്ട 5 ദിവസത്തെ തിരച്ചിലിനും പരിശ്രമത്തിനും ഒടുവിൽ ഒരുച്ച സമയത്ത് കാടിനകത്തെ മലഞ്ചെരുവിന് സമീപത്തായി വിശ്രമിക്കുകയായിരുന്ന ആ കൂറ്റൻ കാട്ടുപോത്തിനെ അവർ കാണുകയും അവരെ ആക്രമിക്കാനായി കുതിച്ചു വരവേ അവനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. അതോടുകൂടി കാട്ടുപോത്ത് എന്ന ഭീതി ഇല്ലാതെയായി. തിരിച്ചു പോകാനിറങ്ങിയ വനപാലക സംഘത്തോട് ഗ്രാമത്തലവൻ ഒരഭ്യർത്ഥന കൂടി നടത്തി. ഗ്രാമത്തിലെ കന്നുകാലികളെ നിരന്തരമായി വേട്ടയാടി കൊല്ലുന്ന ഒരു കടുവയുണ്ട് ഇവിടെ. അവൻ ഗ്രാമത്തിലേക്ക് കടന്നു കയറി ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നു. ഞങ്ങളുടെ കാലികളെ അവൻ ആക്രമിച്ചു കൊല്ലുന്നു. ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരമുണ്ടാക്കി തരണം. പെട്ടെന്ന് അവർക്കതിനൊരു മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനോട് വിവരം പറഞ്ഞ് വേണ്ടത് ചെയ്യാമെന്ന് മറുപടി പറഞ്ഞവർ പോയി. കാട്ടുപോത്തുണ്ടാക്കിയ കോലാഹലങ്ങൾക്കിടയിൽ ഗ്രാമത്തിലെ കർഷകരുടെ 2 പശുക്കളെ കടുവ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തിരുന്നു. വീണ്ടും ഒരാഴ്ച കടന്നുപോയി. കടുവ ഒരു കന്നുകാലിയെ കൂടി ഇരയാക്കി സുഖമായി ആ ഗ്രാമത്തിലും പരിസരത്തുള്ള കാട്ടുപ്രദേശങ്ങളിലും വിഹരിച്ചു നടക്കുന്നു. ഗ്രാമീണർ ഭയന്നു വിറച്ചാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. ഒരു ദിവസം അതിരാവിലെ തന്നെ വനപാലകരുടെ ഒരു സംഘം ഗ്രാമത്തിലെത്തി. കൂട്ടത്തിലെ 2 പേരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഗ്രാമീണർക്ക് വനപാലകരെ നേരത്തെ തന്നെ പരിചയമുണ്ട്. പല സാഹചര്യങ്ങളിലും അവർ പരസ്പരം കണ്ടിട്ടുള്ളതാണല്ലോ. എന്നാൽ തോക്ക് പിടിച്ചു നിൽക്കുന്ന 2 പേർ അവർക്ക് അപരിചിതരായിരുന്നു. വനപാലകർ ഗ്രാമീണർക്ക് ആ 2 പേരെയും പരിചയപ്പെടുത്തി. വേലു, അയ്യൻ എന്നായിരുന്നു അവരുടെ പേര്. അവർ 2 പേരും വേട്ടക്കാരാണ്. വനം വകുപ്പിന്റെ താൽക്കാലിക ജോലിക്കാരുമാണ്. ഗ്രാമത്തിനെ കടുവയിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരിനി നിങ്ങളെ സഹായിക്കും. ഇത്രയും പറഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഗ്രാമീണരെ ഏൽപ്പിച്ച് വനപാലകർ മടങ്ങി. വേലുവും അയ്യനും അങ്ങനെ ആ വനഗ്രാമത്തിൽ താമസിച്ച് കടുവയെ വേട്ടയാടാനായി നിയോഗിക്കപ്പെട്ടു. ഗ്രാമീണർ വേട്ടക്കാർക്ക് താമസിക്കാനായി ഒരു ചെറിയ കുടിൽ പണിത് തയ്യാറാക്കി. ഗ്രാമാതിർത്തിയിൽ ഒരു ഏറുമാടവും തയ്യാറാക്കി. കടുവ സാധാരണയായി ഗ്രാമത്തിലേക്ക് കടന്നു കയറാറുള്ള വഴിയുടെ അരികിലായിരുന്നു ഈ ഏറുമാടം. അതിൽ അന്ന് തൊട്ട് ഓരോരുത്തർ രാത്രി കാവൽ നിൽക്കും. പകൽ കന്നുകാലികൾ മേയുന്നിടത്തും വനാതിർത്തികളിലുമൊക്കെ തിരയും. ഇതായിരുന്നു ഇവരുടെ അജണ്ട.
അതനുസരിച്ച് കാവൽ കിടക്കുകയും തിരച്ചിലിനായി പോവുകയും ഒക്കെ ചെയ്തു. രണ്ടാം നാൾ രാവിലെ തന്നെ വേലുവും അയ്യനും കൂടി ഇടയന്മാർക്കൊപ്പം കാലികളെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്ത് വച്ചായിരുന്നു കടുവ ആദ്യമായി കാലിയെ ആക്രമിച്ചത്. പിന്നീട് നിരവധി തവണ ഇതേ സ്ഥലത്ത് വെച്ച് കടുവയുടെ ആക്രമണം കാലികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അവർ ആ കാടും പരിസരവുമെല്ലാം നന്നായി പരിശോധിച്ചു. പക്ഷെ കടുവയുടെ സാന്നിധ്യം എവിടെയും കണ്ടില്ല. അവർ തിരച്ചിലിനൊടുവിൽ ആ സ്ഥലത്ത് നിന്ന് കുറച്ചകലെ ഒരു പാറപ്പുറത്ത് വിശ്രമിക്കാനായി ഇരുന്നു. അതൊരു പരന്ന പ്രദേശമായിരുന്നു. ഇടയ്ക്കിടെ ചെറിയ പാറക്കൂട്ടങ്ങളും ഇല കൊഴിയുന്ന മരങ്ങളുമുണ്ട്. അവരവിടെ ഇരുന്ന് കുറച്ച് സമയം വിശ്രമിക്കാമെന്ന് കരുതി. വെയിലിന് ചൂട് കൂടി വരുന്നുണ്ട്. കയ്യിൽ കരുതിയ വെള്ളം കുടിച്ച് അവരാ പാറയിലിരുന്നു. പെട്ടെന്നാണ് പശുക്കളുടെ ബഹളവും ഇടയന്മാരുടെ ഉച്ചത്തിലുള്ള വിളിയും മറ്റും കേട്ടത്. അവരുടനെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പാഞ്ഞ സ്ഥലത്തെത്തി. പശുക്കളെല്ലാം വെപ്രാളപ്പെട്ട് ഓടുന്നുണ്ട്. 1-2 ഇടയന്മാർ കാടിൻ്റെ ഭാഗത്തു നിന്നും ഓടി വരുന്നു. ഇതൊക്കെയാണ് അവരവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇടയന്മാർ കിതച്ചുകൊണ്ട് കാര്യങ്ങൾ വിവരിച്ചു. ഉൾക്കാട്ടിൽ നിന്നും ഓടി വന്ന കടുവ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളിലൊന്നിനെ ആക്രമിച്ച് കടിച്ചു വലിച്ച് കാട്ടിലേക്ക് പോയി. പിറകെ വടിയും കമ്പുകളുമൊക്കെയായി കുറച്ചു ദൂരം ഓടി. പക്ഷെ കടുവ ഗർജിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. ഭയന്നുപോയ ഇടയന്മാർ തിരിഞ്ഞോടി വരുമ്പോഴായിരുന്നു വേലുവും അയ്യനും അവിടെ എത്തിയത്. കടുവ ഇരയെയും കടിച്ചെടുത്തു കൊണ്ടുപോയ ഭാഗത്ത് വലിയ പാറക്കൂട്ടങ്ങളാണുള്ളത്. അതിനിടയിലേക്കാവണം കടുവ പോയിരിക്കുന്നത്. അവർ നിലത്ത് പതിഞ്ഞ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. അതാ കന്നുകാലി പിടിയനായ കടുവയുടേത് തന്നെയെന്ന് ഉറപ്പുവരുത്തി. ഇരയെ വലിച്ചിഴച്ച പാട് പിന്തുടർന്നവർ കാട്ടിലേക്ക് കയറി. കടുവ കുറേയധികം തന്നെ സഞ്ചരിച്ചിരിക്കുന്നു. ആ ചോരപ്പാട് പോയത് നേരത്തെ പറഞ്ഞ പാറക്കൂട്ടങ്ങൾക്ക് താഴ്വാരത്തിലൂടെ വളഞ്ഞ് മുകളിലേക്കായിരുന്നു. ആ പാറയുടെ ഒരു ഭാഗം കുത്തനെയുള്ള കയറ്റവും മറുപുറം ചരിഞ്ഞതുമായിരുന്നു. അതിനാൽ കടുവ പാറയിൽ കയറി നടക്കാനുള്ള എളുപ്പത്തിനായിട്ടായിരിക്കണം പാറയുടെ താഴ്വാരത്തു കൂടി ചുറ്റിക്കയറിയത്. പാറക്കൂട്ടത്തിന് താഴ്വാരത്തെത്തിയപ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു. വെയിലിന് നല്ല ചൂട്. കടുവ പാറയുടെ മുകളിലുള്ളതിൻ്റെ യാതൊരു സൂചനയും ലഭിച്ചില്ല. എന്നാലും അവൻ അവിടെയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നരഭോജി കടുവയല്ലെങ്കിലും തന്നെ പിന്തുടർന്നു വരുന്ന ശത്രുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് കടുവയ്ക്കുണ്ടാകും. അവൻ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നുമുണ്ടാവും. അവനിപ്പോൾ നരഭോജിയല്ല എങ്കിലും എപ്പോൾ വേണമെങ്കിലും മനുഷ്യനെ ആക്രമിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ വളരെ കരുതലോടെ വേണം അവനെ തിരയാനായി പുറപ്പെടുന്നത്. കടുവ പാറപ്പുറത്തുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ നേരിട്ട് അവിടെ ചെല്ലുന്നത് അപകടമാണ്. ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം. അവർ തിരികെ നടന്ന് മറ്റൊരു പാറയിൽ കടുവ നിൽക്കുന്ന വശം കാണാൻ പറ്റുന്ന രീതിയിൽ കയറി മറഞ്ഞിരുന്നു. ഏതാണ്ട് 1-2 മണിക്കൂർ അവർ കടുവയെ നിരീക്ഷിക്കാനായി ആ പാറപ്പുറത്തിരുന്നെങ്കിലും കടുവ പിന്നീട് പുറത്തേക്ക് വന്നില്ല. അവർ നിരാശരായി തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അവർ നേരെ കുടിലിൽ പോയി ഭക്ഷണം കഴിച്ചു. കുറച്ച് സമയം വിശ്രമിച്ചു. അടുത്ത 2 ദിവസങ്ങളിലും തിരച്ചിൽ തുടർന്നു. പക്ഷെ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. അവർ നിരാശരായി. പിറ്റേന്ന് രാവിലെ തന്നെ അയൽഗ്രാമത്തിൽ നിന്നും 2 പേർ വേട്ടക്കാരെ തിരഞ്ഞു വന്നു. അവർ ആകെ ഭയന്നും വെപ്രാളപ്പെട്ടും കാണപ്പെട്ടു. അവരുടെ സുഹൃത്തിന് വളരെ നല്ല രീതിയിൽ കന്നുകാലി വളർത്തലുണ്ട്. ധാരാളം പശുക്കളും പോത്തുകളും ആടുകളും അടങ്ങുന്നതായിരുന്നു അത്. ഇന്നലെ രാത്രി ഒരു കടുവ കന്നുകാലി കൂട്ടിൽ കയറി ഒരു പശുവിനെ കൊന്ന് വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയിരിക്കുന്നു. വനം വകുപ്പിൽ വിവരം അറിയിച്ചപ്പോഴാണ് കടുവയെ പിടിക്കാനായി നിയോഗിച്ചവർ ഈ ഗ്രാമത്തിലുണ്ടെന്നറിഞ്ഞത്. എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കടുവയെ പിടികൂടാൻ കഴിയും. ഇത് കേട്ടയുടനെ അവർ തോക്കും അത്യാവശ്യ സാധനങ്ങളും അടങ്ങുന്ന ഒരു ബാഗും എടുത്ത് അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. കടുവ തൽക്കാലത്തേക്കാണെങ്കിലും തന്റെ താവളം മാറ്റിയതായി അവർക്ക് മനസ്സിലായി. അവർ ഉടൻ തന്നെ അയൽഗ്രാമത്തിലെത്തി നേരത്തെ പറഞ്ഞ ആളിനെ സന്ദർശിക്കുകയും അയാൾക്കുണ്ടായ നഷ്ടം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും 2 ഗ്രാമത്തിലും അക്രമം നടത്തി കാലികളെ കടത്തിക്കൊണ്ടുപോയത് ഒരേ കടുവയാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അവർ ഗ്രാമത്തിലെ ആളുകളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് കടുവ ഇരയെയും വലിച്ചഴിച്ചു കൊണ്ടുപോയ കാട് ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും സമയം വൈകുന്നേരത്തോടടുത്തിരുന്നു. കടുവ കടിച്ചു കൊണ്ടുപോയ പശുവിനെ തിരഞ്ഞവർ കാട്ടുവഴികൾ മുഴുവനും നടന്നു. ചോരപ്പാടുകൾ പിന്തുടർന്ന് ഒരരുവിയുടെ തീരത്താണ് അവസാനം എത്തിയത്. അരുവിയുടെ അരികിൽ നിറയെ പാറക്കൂട്ടങ്ങളുണ്ട്. വലുതും ചെറുതും കൂർത്തതുമായ കുറെ പാറക്കൂട്ടങ്ങൾ. അതിലൊരു പാറയുടെ അരികിലായി പശുവിൻ്റെ ജഡം കാണപ്പെട്ടു. അതിനടുത്തായി ഒരു മരവുമുണ്ട്.
അവർ ആ പരിസരത്ത് കടുവയില്ലെന്ന് ഉറപ്പുവരുത്തി അവർ ആ ജഡത്തിനരികിലെത്തി പരിശോധിച്ചു. പശുവിൻ്റെ ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗം ആ കടുവ ആഹരിച്ചിട്ടുണ്ട്. മരച്ചുവട്ടിൽ കടുവ കിടന്നതിൻ്റെ പാടുകളും കാണാം. എന്നാൽ ഇരയെ ഭക്ഷിച്ച് കടുവ മറ്റെങ്ങോ പോയിരിക്കുന്നു. പരിസരത്തൊന്നുമില്ല. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും തന്നെ അടുത്തില്ല. ഇപ്പോൾ കടുവ തിരിച്ചെത്തിയാൽ സ്ഥിതി എന്താകുമെന്ന് ഓർക്കാനേ വയ്യ. തൻ്റെ ഇരയുടെ ബാക്കി ഭക്ഷിക്കാനായി തീർച്ചയായും കടുവ വരും. നേരം സന്ധ്യയോടടുക്കുന്നു. ഇരുട്ടിയാൽ പിന്നെ ഈ പരിസരത്ത് തുടരുന്നത് അപകടവുമാണ്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പിൻവാങ്ങി പശുവിൻ്റെ ഉടമസ്ഥന്റെ വീട്ടിൽ തിരിച്ചെത്തി. അവിടെ വിവരമറിയാൻ കുറച്ചധികം പേർ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാര്യമറിഞ്ഞ് അവർ നിരാശരായി. ഇനി എന്തു ചെയ്യാൻ കഴിയും? നാളെ തിരയാം. അവർക്ക് അന്ന് രാത്രി കഴിയാനായി ഗ്രാമത്തലവന്റെ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. പിറ്റേന്ന് അതിരാവിലെ തന്നെ വേലുവും അയ്യനും കടുവയെ തിരഞ്ഞ് ഇന്നലെ ഇര കിടന്നിടം ലക്ഷ്യമാക്കി നീങ്ങി. നേരം നന്നായി വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കടുവ ഇരയ്ക്കടുത്ത് തന്നെ ഉണ്ടാകുമോ എന്നത് സംശയമായിരുന്നു. ചിലപ്പോൾ ഇരയെ ഭക്ഷിച്ച് അതിനടുത്ത് തന്നെ വിശ്രമിക്കുകയും ആവും. അവർ ആ സ്ഥലത്തിനടുത്തായി എത്തി. ദൂരക്കാഴ്ചയിൽ തന്നെ കടുവ ഇരയ്ക്കടുത്തായി കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാഴ്ച വ്യക്തമായ ഉടനെ തന്നെ അവർ അടുത്തേക്ക് പോയില്ല. പകരം കടുവയെ വ്യക്തമായി കാണുന്ന ഒരിടത്ത് പതുങ്ങി നിന്നു. കടുവ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അനക്കമൊന്നുമില്ല. അരികിൽ ഏതാണ്ട് മുഴുവനായും ഭക്ഷിച്ച രീതിയിലുള്ള പശുവിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടവും കാണാം. കടുവയുടെ തലയിലെ മർമ്മഭാഗത്ത് തന്നെ വെടിയുതിർക്കണം. ഇല്ലെങ്കിൽ അവൻ ചാവുന്നതിന് പകരം ഓടി രക്ഷപ്പെട്ട് കളയും. അതിനായൊരവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. കുറേ സമയം കാത്തിരുന്നിട്ടും കടുവ തല പൊക്കിയില്ല. കടുവ നല്ല ഉറക്കത്തിലാണ്. കാറ്റ് അവൻ്റെ ദിശയിൽ നിന്നും ഇങ്ങോട്ടേക്കായതിനാൽ മണവും അവന് ലഭിച്ചിരിക്കില്ല. അങ്ങനെയിരിക്കെ ഉറക്കമുണർന്ന കടുവ തല പൊക്കി നാലുപാടും ഒന്ന് നോക്കി. പതുക്കെ കൈകൾ നക്കി എഴുന്നേറ്റിരുന്നു. ആ തക്കം നോക്കി വേലു കടുവയുടെ തലയിൽ ഉന്നം വെച്ച് ഒരു വെടിയുതിർത്തു. പക്ഷെ ആ വെടി ഉന്നം തെറ്റി കടുവയുടെ പുറം ഭാഗത്ത് കൊണ്ടു. ആർത്തലറിക്കൊണ്ട് കടുവ അരുവിയിലേക്ക് കുതിച്ചു ചാടി. അവന്റെ ഗർജനം ആ കാടിനെ തന്നെ വിറപ്പിച്ചു. വേലുവും അയ്യനും കിടുകിടാ വിറച്ചു. അവർ നിൽക്കുന്നത് തറനിരപ്പിലാണ്. കടുവ ആക്രമിക്കാനായി വന്നാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവരുടെ യോഗത്തിന് ആ കടുവ അലറിക്കൊണ്ട് അരുവി കടന്ന് അക്കരെ പോയി. പക്ഷേ ഏറെ സമയം അവന്റെ ഗർജനം കാട്ടിൽ മുഴങ്ങിക്കേട്ടു. അവൻ അകലെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ വേലുവും അയ്യനും തിരികെ ഗ്രാമത്തിലേക്ക് ഓടി. ഗ്രാമത്തിലെത്തി അവിടെയുള്ളവരോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. കടുവ ചത്തില്ലെന്നും വെടികൊണ്ട ഉടനെ തന്നെ കടുവ ഗർജിച്ചുകൊണ്ട് കാട്ടിലേക്ക് കയറിപ്പോയി എന്നും അത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ ആകെ ഭയന്നു. ആ കടുവ ചത്തില്ലെങ്കിൽ അത് അതിലും വലിയ ആപത്താവും. ഉടനെ തന്നെ ആളുകളെയും കൂട്ടി ആയുധങ്ങളുമായി കടുവയെ തിരഞ്ഞിറങ്ങാൻ തീരുമാനിച്ചു. ചോരപ്പാടുകൾ പിന്തുടർന്നു പോയി കടുവയെ കണ്ടുപിടിച്ച് വകവരുത്തണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവനൊരു നരഭോജിയായിത്തീരും. ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഗ്രാമത്തിലെ ആളുകളും വേട്ടക്കാരും സംഭവം നടന്ന സ്ഥലത്തെത്തി. അവിടെ പശുവിൻ്റെ കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ മാത്രം അവശേഷിച്ചിരുന്നു. ചോരത്തുള്ളികൾ അങ്ങിങ്ങായി കാണപ്പെട്ടു. കടുവ വേദന കൊണ്ട് വെപ്രാളപ്പെട്ട് നാലുപാടും ഓടിയിരുന്നു. അവർ അരുവി കടന്ന് അപ്പുറത്തെത്തി. കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് ഒരു കുറ്റിക്കാടിനടുത്താണ് അവസാനം ഇവർ എത്തിയത്. കുറ്റിക്കാടിന് സമീപം രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട്. കടുവ ഇവിടെ കുറച്ചു സമയം വിശ്രമിച്ചിരിക്കണം. ആളുകളുടെ ശബ്ദം കേട്ടവൻ എഴുന്നേറ്റു പോയതായിരിക്കണം. പെട്ടെന്നാണ് കുറ്റിക്കാട്ടിൽ ഒരു അനക്കം കണ്ടത്. പിന്നാലെ കാതടപ്പിക്കുന്ന ഗർജനവും. കടുവ അതീവ ക്രുദ്ധനായിരിക്കുകയാണെന്ന് ഏവർക്കും മനസ്സിലായി. അവർ മുന്നോട്ടു പോവാൻ മടിച്ചു. കടുവ വീണ്ടും ഉഗ്രമായി ഗർജിച്ചു. ഗ്രാമവാസികൾ പേടിച്ച് നാലുപാട് മൂടി. അവർക്ക് തിരച്ചിലിനായി മുന്നോട്ടു പോകാൻ ഭയമായി. മാത്രമല്ല കടുവ കുറ്റിക്കാട്ടിൽ നിന്നും ഗർജിക്കുന്നതല്ലാതെ പുറത്തേക്ക് വരുന്നതുമില്ല. അതിനാൽ അവനെ വെടിവെക്കാനുള്ള സാധ്യതയുമില്ല. പേടിച്ചുപോയ ഗ്രാമവാസികൾ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാൻ തയ്യാറായി. വേലുവും അയ്യനും എന്നാൽ കുറച്ചു സമയം കൂടി അവിടെ തുടർന്ന് കടുവ പുറത്തു വരുമോ എന്ന് കാത്തിരുന്നു. പക്ഷേ കടുവ പുറത്തു വന്നില്ല. കുറേയധികം സമയത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചവർ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഏതാണ്ട് തുടർന്നുള്ള 4-5 ദിവസങ്ങളോളം കടുവയുടെ ആക്രമണമൊന്നും ഉണ്ടായില്ല. കടുവ ആ കാട് ഉപേക്ഷിച്ചു പോയെന്നുവരെ ആളുകൾ കരുതി. എന്നാലും അതിലൊരു തീരുമാനമാവുന്നതുവരെ അയ്യനും വേലുവും ഗ്രാമത്തിൽ തുടർന്നു. ഈ ദിവസങ്ങളിൽ അവർ തിരച്ചിൽ തുടരുകയും ചെയ്തു. പക്ഷേ
കടുവയെ കണ്ടുകിട്ടിയില്ല. 6-ാം നാൾ തൊട്ടടുത്ത ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ വേട്ടക്കാരെ അന്വേഷിച്ച് ആ ഗ്രാമത്തിലെത്തി. അവർക്ക് പറയാനുണ്ടായിരുന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പെട്ടെന്നായിരുന്നത്രേ ഒരു ദിവസം തങ്ങളുടെ ഗ്രാമാതിർത്തിയിലെ കാട്ടിൽ ഒരു കടുവയുടെ ഗർജനം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കടുവ നിർത്താതെ മുരളുകയും ചിലപ്പോൾ ഉഗ്രമായി ഗർജിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആരും കാടിന്റെ പരിസരത്ത് പോകാതെയായി. കാലികളെ മേയ്ക്കാനും വിറകുടിക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെയായി കാടിനെ ആശ്രയിച്ചിരുന്നവർ ഭീതിയിലായി. പക്ഷെ ഇന്നലെ നടന്നത് അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. കാടിനതിർത്തിയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്ന 4-5 കുടുംബങ്ങളുണ്ട്. അവർക്ക് ആടുകളുമുണ്ട്. ഇന്നലെ ഉച്ചയോടെ ആടിനെ പിടിക്കാനായി വന്ന കടുവ തൊട്ടടുത്ത് നിന്നിരുന്ന യുവാവിനെ അടിച്ചു വീഴ്ത്തി ആടിനെയും കടിച്ചെടുത്ത് മറഞ്ഞു. അടിയുടെ ആഘാതത്തിൽ ആ യുവാവിന്റെ തല തകർന്നുപോയി. അയാൾ മരിക്കുകയും ചെയ്തു. കടുവ ആ യുവാവിനെ ഭക്ഷിക്കുകയോ കടിച്ചുകൊണ്ടു പോവുകയോ ചെയ്തില്ല. പക്ഷെ താൻ ഇര പിടിക്കുന്നതിന് ആ മനുഷ്യൻ തടസ്സമാവുമെന്ന് മനസ്സിലാക്കി ആദ്യം തന്നെ ആ തടസ്സം നീക്കുകയാണ് അവൻ ചെയ്തത്. ആ യുവാവിന് ഒന്നുറക്കെ കരയാനുള്ള സാഹചര്യം പോലും കിട്ടിയില്ല. ആടുകളുടെ ബഹളം കേട്ട് പുറത്തെത്തിയ കുടിലിലെ മറ്റംഗങ്ങളാണ് കടുവയെ കണ്ടതും അവൻ ആടിനെ കടിച്ചു കൊണ്ടുപോയ വിവരവും യുവാവ് മരണപ്പെട്ട കാര്യവും അറിയിച്ചത്. ഗ്രാമം മുഴുവൻ പേടിയിലാണ്. തുടർച്ചയായി അയൽഗ്രാമങ്ങളിൽ കടുവയുണ്ടാക്കിയ പ്രശ്നങ്ങൾ പലരും പറഞ്ഞ് ചന്തയിലും കവലയിലും മറ്റും വെച്ച് കേട്ടിരുന്നു. ഒരുപാട് അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത്. നിങ്ങൾ തീർച്ചയായും വന്ന് ഇതിനൊരു പരിഹാരം കാണണം. അവർ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ തന്നെ അവരോടൊപ്പം യാത്ര തിരിച്ചു. കടുവ തങ്ങളുടെ ഗ്രാമം വിട്ടു പോയതിൽ അവിടുത്തെ ഗ്രാമവാസികൾ സമാധാനിച്ചു. എന്നാലും അവൻ മറ്റ് ഗ്രാമങ്ങളിലും ഭീതി പരത്തുന്നുവെന്ന കാര്യം ഭയാനകം തന്നെ. വേലുവും അയ്യനും കടുവയുടെ ആക്രമണം നേരിട്ട ഗ്രാമത്തിലെത്തി. ആ യുവാവിന്റെ കുടിലിൽ ആക്രമണം നടന്ന സ്ഥലത്തെത്തി. അവിടെ ആകെ പരിശോധിച്ചു. ആ കുടിലുകൾ യഥാർത്ഥത്തിൽ നിന്നിരുന്നത് വനത്തോട് ചേർന്നായിരുന്നു. 4-5 കുടുംബങ്ങളിലായി 30-ലധികം ആളുകൾ താമസമുണ്ട്. വനവുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ നിരന്തരമായി സന്ദർശിക്കാറുമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആദ്യമായിട്ടാണ്. മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. ആ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു അവൻ. രോഗിയായ അച്ഛനും അമ്മയും 3 സഹോദരിമാരും അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. വേലുവും അയ്യനും കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചു. അതിൽ നിന്നും ഇത് തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കടുവയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ കടുവയുടെ ട്രാക്ക് പിന്തുടർന്ന് വനത്തിലേക്ക് കയറി. കടുവ ഇന്നലെയാണ് ആടിനെ കൊണ്ടുപോയത്. ആട് ചെറുതായതുകൊണ്ട് കടുവ അതിനെ നേരത്തെ തന്നെ ഭക്ഷിച്ചിരിക്കാം. അതിനാൽ ചിലപ്പോൾ മൃതദേഹത്തിന്റെ അവശിഷ്ടം കണ്ടുകിട്ടില്ല. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുന്നതാവും ഉചിതം. അങ്ങനെ അവർ ഉൾക്കാടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. കടുവയുടെ ട്രാക്കുകൾ വീണ്ടും കാടിന്റെ ഉള്ളിലേക്ക് നീങ്ങി. അവർ വളരെ സൂക്ഷ്മതയോടെ ഉൾക്കാട്ടിലേക്ക് നീങ്ങി. പെട്ടെന്നാണ് ഉൾക്കാട്ടിലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തു നിന്നും ഒരു മുരൾച്ച കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നടന്നു. അതൊരു മുൾച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാടാണ്. അതിനകത്തു നിന്നാണ് കടുവ മുരളുന്നത്. ആ കാടിനകത്തേക്ക് കയറാൻ അവർക്ക് ഭയമായി. കാരണം മുറിവേറ്റ കടുവ വേദന കൊണ്ട് അക്രമാസക്തനായിട്ടാവും ഇരിക്കുന്നത്. അവർ സൂക്ഷിച്ച് ഒരു ചെറിയ കുറ്റിക്കാടിന് പിറകിൽ മറഞ്ഞിരുന്നു. അവിടെ നിന്നവർ കടുവയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കടുവയുടെ മുരൾച്ച നിരന്തരമായി കേൾക്കുന്നുണ്ട്. പക്ഷെ കടുവയെ കാണാൻ കഴിയുന്നില്ല. മുൾക്കാടിന് നല്ല കട്ടിയുണ്ടായിരുന്നതിനാൽ അതിനപ്പുറത്തെ കാഴ്ചകളൊന്നും തന്നെ വ്യക്തമായിരുന്നില്ല. എന്നാലും കടുവ അതിനകത്ത് തന്നെയുണ്ട് തീർച്ച. കുറെ സമയത്തെ കാത്തിരിപ്പിനൊടുവിലും കടുവ പുറത്തു വന്നില്ല. അവർ വീണ്ടും നിരാശരായി കാടിന് പുറത്തു കടന്നു. അന്ന് രാത്രി കടുവ അവസാനമായി ആടിനെ ആക്രമിച്ച് കടിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് ഒരു കെണിയൊരുക്കാൻ പദ്ധതിയിട്ടു. അതിനായി മരിച്ചുപോയ യുവാവിന്റെ ആടുകളിൽ ഒന്നിനെ അവർ വില കൊടുത്ത് വാങ്ങി. കാടിന്റെ അതിർത്തിയിൽ കുടിലുകളിൽ നിന്നും മാറ്റി കെട്ടിയിട്ടു. തൊട്ടടുത്ത 2 മരങ്ങളിൽ സന്ധ്യയോടുകൂടി അവർ ഇരിപ്പുറപ്പിച്ചു. കടുവ തീർച്ചയായും ഇര തേടി വരുമെന്ന് അവർ വിശ്വസിച്ചു. അവർ കാത്തിരുന്നു. ആട് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. ആ ശബ്ദം കടുവയെ ആകർഷിക്കും തീർച്ചയാണ്. സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് നന്നായി പരന്നു തുടങ്ങി. ആടിന്റെ കരച്ചിൽ കാട്ടിലാകെ മുഴങ്ങിക്കേട്ടു. ചന്ദ്രൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. നിലാവ് പരന്നിട്ടില്ല. കാട്ടുകോഴി കരഞ്ഞുകൊണ്ട് പറന്നുപോയതും 1 മൈൽ നിർത്താതെ കരയുന്നതും കേട്ടു. കടുവയുടെ ആഗമനത്തിനുള്ള മുന്നറിയിപ്പാണോ? എന്തായാലും കാത്തിരിക്കാം. ഇത്തവണ അവൻ വരാതിരിക്കില്ല. ഇരുട്ട് കനത്തു വന്നു. കാട്ടിൽ നിന്നും മറ്റു മൃഗങ്ങളുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് വേലു നിന്നിരുന്ന മരത്തിന് താഴെയായി ഒരനക്കം കേട്ടത്.
നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ ആടിന് സമീപം ഒരു പുള്ളിപ്പുലി നിൽക്കുന്നത് അവർ ഭീതിയോടെ നോക്കിക്കണ്ടു. ആട് ദയനീയമായി നിർത്താതെ നിലവിളിക്കുന്നുണ്ട്. പുലി ക്രൂരമായി ആടിനെ നോക്കിയൊന്ന് മുരണ്ടു. എന്നിട്ട് ആടിന്റെ കഴുത്തിൽ കടിച്ച് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. വേലുവും അയ്യനും നിരാശരായി. ഇനി കാവൽ കിടന്നിട്ട് എന്താണ് കാര്യം? അവർ പതുക്കെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി കുടിലുകൾ നിൽക്കുന്നിടത്തേക്ക് നടന്നു. പെട്ടെന്നാണ് ഇരുട്ടിലൊരു കറുത്ത രൂപം കുടിലിന് സമീപത്തെ ആടുകളെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തിന് പിന്നിലേക്ക് നടന്നു നീങ്ങിയതായി അവർ കണ്ടത്. അരണ്ട വെളിച്ചത്തിൽ മഞ്ഞ ഉടലിൽ കറുത്ത വരകളുമായി ആ കടുവയാണതെന്ന് അവർക്ക് മനസ്സിലായി. ആടുകൾ അസ്വസ്ഥരായി കാണപ്പെട്ടു. വളരെ ബുദ്ധിപരമായി കടുവ കുടിലുകൾക്കരികിലെത്തിയിരിക്കുന്നു. തനിക്കായൊരു കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് അവൻ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യം അവനെ വഴിമാറി സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കണം. എന്തായാലും ആടിന്റെ രുചി തേടി അവൻ വീണ്ടും വന്നിരിക്കുന്നു. ഇവരെ കണ്ടയുടൻ അവൻ ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞു. പെട്ടെന്ന് കടുവയെ കണ്ട വെപ്രാളത്തിൽ ഏതാണ്ട് രൂഹം വെച്ച് അയ്യൻ കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു. ആ വെടി കടുവയ്ക്ക് കൊണ്ടോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. എന്നാലും വെടികൊണ്ട രീതിയിലുള്ള ഒരു ഗർജനം കടുവയിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ അത് ഉൾക്കാടിന്റെ ഭാഗത്തേക്ക് അകന്നകന്നു പോയി. വെടിയൊച്ചയും കടുവയുടെ ഗർജനവും ഒക്കെ കേട്ട് വെപ്രാളപ്പെട്ടുപോയ ഗ്രാമവാസികൾ കാര്യമറിയാനായി കുടിലിനകത്തു നിന്നും വിവരം വിളിച്ചു ചോദിച്ചു. അവർക്ക് പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. ഉണ്ടായ സംഭവങ്ങൾ വേലു കുടിലിനകത്ത് കേൾക്കും വിധത്തിൽ പറഞ്ഞുകൊടുത്തു. കടുവ ഇന്നിനി തിരിച്ചു വരില്ല. മാത്രമല്ല, അവന് വെടികൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ അവശനായി കാണും. നാളെയാവുമ്പോഴേക്കും ചോര വാർന്നവൻ മൃതപ്രായനാവും. അവന്റെ ഗർജനത്തിൽ നിന്നും അവന് വെടിയേറ്റതായി തോന്നുന്നു. എന്തായാലും രാവിലെ തിരയാം. ഇന്നീ കുടിലുകൾക്ക് മുന്നിലിരുന്ന് രാത്രി കഴിച്ചുകൂട്ടാം. അവർ തീ കൂട്ടി അതിനു ചുറ്റുമായി ഇരുന്നു നേരം വെളുപ്പിച്ചു. രാവിലെ അവർ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കാട്ടിലേക്ക് കയറി. കുറച്ചകലെ ചോരത്തുള്ളികൾ മണ്ണിലും പുല്ലിലുമായി പറ്റിക്കിടക്കുന്നത് കണ്ടു. അവരെ ചോരപ്പാടുകൾ പിന്തുടർന്നെത്തിയത് ആ പഴയ മുൾക്കാടിനടുത്താണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചോരപ്പാടുകളൊന്നും കണ്ടില്ല. കടുവ മുൾക്കാടിനകത്തോ പരിസരത്തോ ഉള്ളതായി ഒരു സൂചനയും ലഭിച്ചില്ല. അവർ പതുക്കെ ആ പരിസരത്തെത്തി അവിടം സൂക്ഷ്മമായി പരിശോധിച്ചു. മുൾക്കാടിന് നടുവിലെ കുഴിയിൽ കടുവ ഭക്ഷിച്ച ഇരയുടെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടു. കടുവ പരിസരത്തൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അവർ പതുക്കെ അവിടെ നിന്നും പിന്തിരിഞ്ഞു. പിന്നീടങ്ങോട്ട് തുടർന്ന് പരിശോധിക്കാൻ വേണ്ട കാൽപ്പാടുകൾ അവിടെ കാണാൻ പറ്റിയിരുന്നില്ല. ഉറച്ച പ്രതലമായിരുന്നു അങ്ങോട്ട്. അതൊരു പാറക്കൂട്ടത്തിലേക്കുള്ള വഴിയായിരുന്നു. അവർ തിരിച്ച് കുടിലുകൾക്കരികിലെത്തി. അവരെ കാത്തവിടെ കുറച്ചധികം ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വിവരങ്ങൾ ചോദിച്ചറിയും മുൻപ് തന്നെ കൂട്ടത്തിലെ ഒരാൾ ഇന്നലെ രാത്രി തൻ്റെ തൊഴുത്തിൽ കടന്നു കയറിയ കടുവ തൻ്റെ ഒരു പശുവിനെ അവിടെ ഇട്ട് കൊന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷിച്ച് ബാക്കി ശരീരം അവിടെ ഉപേക്ഷിച്ചു പോയി എന്ന് വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ട് അവരാകെ അമ്പരന്നു. കടുവയ്ക്ക് വെടിയേറ്റിരുന്നു. അതിൽ ക്രുദ്ധനായിട്ടായിരിക്കണം പോകും വഴി തനിക്കുള്ള ഒരിരയെ അവൻ സംഘടിപ്പിച്ചത്. എന്തായാലും കടുവയെ ഇനി ഇങ്ങനെ വെറുതെ വിടരുത്. എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും അവനെ ഉടനെ കീഴ്പ്പെടുത്തണം. 2 വെടിയേറ്റിട്ടും മരിക്കാതെ അവൻ ഗ്രാമങ്ങൾ തോറും ഭീതി പരത്തുന്നു. ഇനി അവൻ ഒരു നരഭോജി കൂടി ആയിത്തീർന്നാൽ അത് ഭീകരമായിരിക്കും. അവർ വേഗം തന്നെ കടുവ ഉപേക്ഷിച്ചു പോയ ഇരയുടെ ബാക്കി കിടക്കുന്ന കർഷകന്റെ തൊഴുത്ത് ലക്ഷ്യമാക്കി നീങ്ങി. അവർ അവിടെ എത്തുമ്പോൾ പശുവിന് മേൽ ചുറ്റും ഈച്ചകൾ കൂടിയിരുന്നു. അയാൾക്ക് ആകെ ഈ ഒരു പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊഴുത്തിനകലെയായിട്ടായിരുന്നു അയാളുടെ വീട്. അതുകൊണ്ട് തന്നെ കടുവ വന്നതും പശുവിന്റെ ബഹളവും ഒന്നും അയാൾ കേട്ടില്ല. അന്ന് രാത്രി പശുവിന്റെ ബാക്കി ഭാഗം ഭക്ഷിക്കാൻ കടുവ വരുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. അതിനാൽ തൊഴുത്തിന്റെ മേൽക്കൂരയിലെ പുല്ലുകൾ അടുക്കി വെച്ചിരുന്ന മച്ചിൽ ഒളിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചു. അവർ പകൽ സമയത്ത് നന്നായി വിശ്രമിച്ചു. വൈകുന്നേരത്തോടെ കുളിച്ച് വസ്ത്രം മാറി മച്ചിൽ ഇരിപ്പുറപ്പിച്ചു. ഓരോ വീടും വലിയ പുരയിടങ്ങൾക്ക് നടുവിലാണ്. അതിനാൽ തന്നെ വിശാലമായ പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഏതൊരു മൃഗത്തെയും പെട്ടെന്ന് കാണാൻ കഴിയും. പകൽ സമയത്ത് കടുവ വരില്ലെങ്കിലും രാത്രി അവൻ തൊഴുത്തിൽ കടന്നാൽ അപ്പോൾ തന്നെ കാണാൻ കഴിയും. വെടിയുതിർക്കുകയും ചെയ്യാം. അവർ അക്ഷമയോടെ കാത്തിരുന്നു. കൊതുകുകളും ഈച്ചകളും മത്സരിച്ചവരെ ശല്യം ചെയ്തു. അവരൊരു ശബ്ദം പോലും കേൾപ്പിക്കാതെ പതുങ്ങിയിരുന്നു. ഇരുട്ട് കനത്തു വന്നു. നിലാവ് പതിയെ വെളിച്ചം വിതറാൻ തുടങ്ങിയിരിക്കുന്നു. ദൂരെ നിന്നും ഒരു കുറുക്കൻ്റെ ഓരിയിടൽ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ അത് നിന്നു. കടുവ വരുന്നതിന് ലക്ഷണം ഒന്നും കണ്ടില്ല. സമയം അർദ്ധരാത്രിയോടടുത്തു. നിലാവ് നന്നായി പരന്നു. ഒരു മാനിൻ്റെ നിർത്താതെയുള്ള കുര കേൾക്കുന്നുണ്ട്. കടുവ വരുന്നതിൻ്റെ മുന്നറിയിപ്പാവാം അത്.
വേലുവും അയ്യനും ശ്രദ്ധയോടെ കാത്തിരുന്നു. അവർ രണ്ടുപേരും തോക്കുകൾ തയ്യാറാക്കി വെച്ചു. പെട്ടെന്ന് തൊഴുത്തിൻ്റെ വഴിയിൽ ഒരു നിഴലനക്കം കണ്ടു. പിന്നെ അത് വഴിയുടെ അരികിലേക്ക് കയറി കുറച്ചു സമയം നിന്നു. പരിസരം നിരീക്ഷിച്ചു. പിന്നെ അത് പതുക്കെ തൊഴുത്ത് ലക്ഷ്യമാക്കി നീങ്ങി. നിലാവിൻ്റെ വെള്ളി വെളിച്ചത്തിൽ അവൻ്റെ മഞ്ഞ ഉടൽ തിളങ്ങി. അതെ, കടുവ തൊഴുത്തിനടുത്തേക്ക് നടന്നെടുക്കുന്നു. അവരുടെ ഹൃദയം പടപടാമിടിച്ചു. ആ നിശബ്ദതയിൽ ആ ഹൃദയമിടിപ്പ് പോലും അത്യുച്ചത്തിലാണെന്ന് തോന്നിപ്പോവും. കടുവ പതുക്കെ പശുവിൻ്റെ ശരീരത്തെ സമീപിച്ചു. മൃതദേഹത്തെ പൊതിഞ്ഞ ഈച്ചകൾ മൂളിക്കൊണ്ട് പറന്നു മാറി. തൊഴുത്തിനകത്ത് നല്ല ഇരുട്ടാണ്. കാഴ്ചകൾ അവ്യക്തവുമാണ്. എന്നാലും പശു കിടക്കുന്ന ഇടം അവർക്ക് വ്യക്തമായി മനസ്സിൽ പതിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. കടുവ പശുവിനെ ഭക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടു. ഒട്ടും താമസിയാതെ വേലു കടുവയുടെ തലയുടെ മുകൾ ഭാഗം നോക്കി ഒരു വെടിയുതിർത്തു. പിറകെ അയ്യനും ഒരു വെടി കൂടി ഉതിർത്തു. കടുവ വെടിയുടെ ആഘാതത്തിൽ വായുവിലുയർന്ന് പശുവിൻ്റെ ദേഹത്ത് വന്നിടിച്ച് തറയിൽ വീണു. ഒരു പിടച്ചിലും ഘോരമായ ഒരു ഗർജനവും. കടുവ ചത്തിരിക്കുന്നു. നേരം വെളുക്കുവോളം വേലുവും അയ്യനും മച്ചിൽ തന്നെ ഇരുന്നു. സൂര്യൻ ഉദിച്ചയുടനെ അവർ ആ കാഴ്ച കണ്ട് സ്വയം ബോധ്യപ്പെട്ടു താഴെ ഇറങ്ങി. അപ്പോഴേക്കും ഗൃഹനാഥനും ഗ്രാമവാസികളും എല്ലാം സ്ഥലത്തെത്തി. തങ്ങളുടെ ശത്രുവിൻ്റെ ചേതനയേറ്റ ശരീരം അവർ കൺകുളിർക്കെ കണ്ടു. കടുവയുടെ മൃതദേഹം വനംവകുപ്പ് ഏറ്റെടുത്ത് മറവ് ചെയ്തു. ദിവസങ്ങളായുള്ള പരിശ്രമത്തിന് അവസാനം കുറിച്ച് വേലുവും അയ്യനും ഗ്രാമത്തിനോട് വിട പറഞ്ഞ് അടുത്ത ദൗത്യത്തിനായി പുറപ്പെട്ടു. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. മറ്റൊരു നല്ലൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.